ഞാനൊന്ന് ഈ കേസിൻ്റെ വിധിയും ജഡ്ജ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചതിന് ശേഷമേ ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. എനക്കൊന്ന് അവിടുത്തെ ഡൽഹിയിലുണ്ടായിരുന്ന എൻ്റെ വക്കീലുമായിട്ടൊന്ന് ബന്ധപ്പെടണം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുണ്ടായ കേസ് എന്നിട്ട് ഞങ്ങളുടെയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. ഗൂഢാലോചന കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ CPM മുൻ MLA അടക്കം ശിക്ഷിക്കപ്പെട്ട ഒരു കേസായിട്ട് ഇത് മാറുന്നു. അതെ, സ്വാഭാവികമാണ്. അദ്ദേഹം അതിനകത്ത് നേരത്തെ പ്രതിയാണ്. ആരും പ്രതി ആക്കിയൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലായിട്ട് പ്രതി ആയ ആളാണ്. ഞങ്ങൾക്കിപ്പോൾ അതൊന്നുമല്ല വിഷയം. ഇപ്പോൾ അണ്ടർ വാട്ട് ഗ്രൗണ്ട് ഈ ശിക്ഷ എങ്ങനെ ഏതൊക്കെ രീതിയിലേക്കുള്ളതാണ് എന്ന് അറിയണമെങ്കിൽ അതൊന്ന് എൻ്റെ വക്കീലുമായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടേ ഞാനിത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാണാന്ന് പറയുന്നത്. എൻ്റെ മക്കളെ തന്നെ വിട്. അതെ, അത് അവരങ്ങനെയല്ലാണ്ട് പിന്നെ പറയുമോ? അവർ നമ്മൾ പിന്നെ വെട്ടിക്കൊന്നിരുന്ന് പറയുമോ? ഇല്ലല്ലോ, അങ്ങനെ ആരും പറയില്ലല്ലോ. എന്നാൽ ഒരു ഫസ്റ്റ് റിയാക്ഷൻ നടത്തത്തിൽ മാത്രം ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? മുൻകാലങ്ങളെക്കാൾ അപേക്ഷിച്ച് ഒരു ഇരട്ട ജീവപര്യന്തം വരുന്നു മുൻ MLA ഉൾപ്പെടെ. അപ്പോൾ ഒരു വലിയൊരു മെസ്സേജ് ആയിട്ട് ഇത് മാറുന്നുണ്ടോ? നിശ്ചയമായും മറ്റേത് കേസിനേക്കാളേറെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് ഞാനൊക്കത് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഇരട്ട പിന്നെ ആദ്യത്തെ സംഭവമല്ലേ. ഇതുപോലൊരു പൊതുക്കേസിൻ്റെ അകത്ത് എങ്ങനെ ഇതുവരെ ഒരു കേസിൻ്റെ അകത്തും അങ്ങനെ വിധി വന്നിട്ടില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം. സോ അതിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ആ കേസിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാനും പഠിക്കണം എന്ന് പറയുന്നത്. ഇത് മനസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, റൈറ്റ്. വെറുതെ അല്ല, അതൊക്കെ കേസിൻ്റെ അകത്ത് എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ ആ അനോമലീസൊക്കെ പരിഹരിക്കാൻ ജഡ്ജികൾ വീണ്ടും ഞങ്ങൾ പോകും. തർക്കമൊന്നും വേണ്ട. ഓക്കെ, അൻവറിന്റെ സ്വന്തം പരിപാടിയാണ്. ഞങ്ങൾക്കതിൽ ആർക്കും ഒരു ബന്ധവും ഇല്ല. എവിടെ ചർച്ച നടക്കുന്നുണ്ട്? NSSന്റെ പ്രിയപുത്രനാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ ഒരാളെ മാത്രം